ചാരവൃത്തിക്ക് പിടിയിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ വെട്ടിലായി ബി.ജെ.പി. നേതാക്കളും. വന്ദേ ഭാരതിൽ വി മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു യാത്ര. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. Union Minister for External Affairs, V. Muralidharan sir. Thank you so much, sir. This new one. How this train is very important for us. How it will be helpful to Kerala state as well. See, train travel become more enjoyable, especially tourists. Tourists can travel in train and enjoy the picturesque landscape of India. Few words in your language, please, sir. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടൊരു നിമിഷമാണ് രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ആ പ്രയാണത്തിന്റെ ഭാഗമായി മാറുന്നു എന്നതിന്റെ സൂചനയാണ്. Thank you so much, sir. ചാരവൃത്തി കേസിലെ പ്രതി ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചതിനെ തുടർന്നുണ്ടായ വിവാദം ടൂറിസം മേഖലയെ ബാധിക്കരുതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്നത് പ്രശ്നമാണെന്ന ധാരണ പ്രചരിപ്പിക്കരുത്. സന്ദർശനത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയായി നൽകുന്നുവെന്നും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. അവർ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ള ആളാണെന്നോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു നിലയുണ്ടെന്നോ നമുക്കാർക്കും അറിയില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അറിയില്ല. വെറുതെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പ്രയാസം സൃഷ്ടിക്കരുത്. രാഷ്ട്രീയമായി ഇപ്പോൾ മന്ത്രിയെയോ ഗവൺമെൻറ്റിനെയോ ഒക്കെ ആക്രമിക്കുന്ന രീതി അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് ടൂറിസം ഇൻഡസ്ട്രിയെയും ടൂറിസം മേഖലയും ബാധിക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇന്നലെ ഇപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ, ഒരു വലിയ ഭൂരിപക്ഷം മീഡിയകൾ ഇതൊരു വലിയ ചർച്ചയാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരേണ്ട ടൂറിസ്റ്റുകൾ ഇവിടെ എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ് എന്ന ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ദയവേത് ഇത്തരം പ്രചരണങ്ങളൊന്നും ആളുകൾ പുറകോട്ട് പോകും. പാക് ചാരയെന്നറിഞ്ഞിട്ടല്ല ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചതെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. വ്ളോഗർ എന്ന നിലയിലാണ് ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ടൂറിസം വകുപ്പിന് 6ാം ഇന്ദ്രിയൊന്നും പ്രവർത്തിക്കുന്നില്ല. 41 ബ്ലോഗർമാരെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. കേരള ടൂറിസത്തെ പറ്റി പ്രോഗ്രാം ചെയ്തു. 41 പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി. അവർ ഒരു ചാരവനിതയാണെന്നോ പാകിസ്ഥാനുമായി സ്പൈ വർക്ക് ചെയ്തെന്നോ മുൻകൂട്ടി കാണാനുള്ള 6ാം ഇന്ദ്രിയം നമുക്ക് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ 41 പേര് വിളിച്ചു. വേറെ ആരെങ്കിലും ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട അത് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെയും മന്ത്രിയുടെയും കുഴപ്പമാണെന്ന് പറയാൻ കൊള്ളാം. പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഈ വിവാദം ഏറ്റുപിടിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ്. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ പിന്തുണച്ചാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ബ്ലോഗർ എന്ന നിലയിലാണ് ജ്യോതി മൽഹോത്ര എത്തിയത്. അതിൽ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ല. അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അവർ അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത്. പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞ് കേസ് പിടിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? അതിനവരെ എങ്ങനെ കുറ്റപ്പെടുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം വിവാദമാക്കേണ്ടതില്ല എന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ വന്ന് പോയതിനു ശേഷമാണ് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തത്. സർക്കാരും ടൂറിസം വകുപ്പും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ഈ വിഷയം ഏറ്റുപിടിച്ചത് ബി.ജെ.പി. ആണ്. അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കാനുള്ള ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സംസ്ഥാന സർക്കാരിനെ സംശയനിലയിൽ നിർത്തിക്കൊണ്ടുള്ള പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രതികരണമൊക്കെ ഇന്നലെ കണ്ടു. അതിനിടയിലാണ് ഈ വന്ദേ ഭാരതിൽ വി മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിവാദം ബി.ജെ.പിയെ തിരിഞ്ഞുകൊത്തുകയാണോ? ഇതിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച സമീപനവും ശ്രദ്ധേയമാണ്. ഇതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും കണ്ണടച്ച് സർക്കാരിനെ വിമർശിക്കുന്നില്ല. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി ആൻമരി.
തീർച്ചയായും BJPയെ പൂർണ്ണമായിട്ടും വെട്ടിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജ്യോതി മൽഹോത്രയുടെ ഈ ദൃശ്യങ്ങൾ. അത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം ജ്യോതി മൽഹോത്ര ചെയ്ത ഒരു വ്ളോഗാണ്. അതിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന, അതായത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെയുള്ള ആദ്യ യാത്ര, അതിനുശേഷം കാസർഗോഡ് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക്, ഈ യാത്രയിലാണ് ജ്യോതി മൽഹോത്ര ചേരുന്നത്. അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രയിലാണ് ജ്യോതി മൽഹോത്ര ചേരുന്നത്. പിന്നീട് കോഴിക്കോട് ഇറങ്ങുന്നു. കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടെയുള്ള യാത്രക്കാരുമായിട്ടെല്ലാം സംബന്ധിച്ചതിന് ശേഷം വീണ്ടും വന്ദേ ഭാരതിൽ കയറുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു. ഈ രീതിയിലാണ് ജ്യോതി മൽഹോത്രയുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 41 ബ്ലോഗർമാരെ കേരളത്തിലേക്ക് ടൂറിസം വകുപ്പ് ക്ഷണിക്കുന്നു. ആ ക്ഷണിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടിയിട്ടല്ല വന്നിരുന്നത്. അതിൽ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ചാരവൃത്തി കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ഒരു വ്ളോഗർ കൂടി ഉണ്ട് എന്നുള്ള കാര്യം, അത് വലിയ വിമർശനത്തോടു കൂടി സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിൽ സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിൻ പോലെയാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിനകത്ത് മുരളീധരനുണ്ട്, അതോടൊപ്പം തന്നെ K. സുരേന്ദ്രനുമുണ്ട്. ആ ഒരു സംസാര രീതി, അവരോടുള്ള സംസാര രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പൂർണ്ണമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ജ്യോതി മൽഹോത്ര ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെല്ലാം മറുപടി നൽകുന്ന സുരേന്ദ്രനെ, മുരളീധരനെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPയെ പൂർണ്ണമായിട്ടും വെട്ടിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത നമ്മൾ പുറത്തുവിടുമ്പോൾ, അതായത് ഈ വിവരാവകാശ രേഖ നമ്മൾ പുറത്തുവിടുമ്പോൾ പുറത്തു വന്നിരുന്ന K. സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു കാര്യം, ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം ഞാൻ നേരത്തെ മുതൽ തന്നെ പറഞ്ഞതാണ്, പക്ഷേ അതിന് വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു വിമർശനത്തോടു കൂടിയാണ് K. സുരേന്ദ്രൻ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് കാണേണ്ടത്, സുരേന്ദ്രനും ഈ വന്ദേ ഭാരതിൽ ജ്യോതി മൽഹോത്രയുടെ കൂടെയുള്ള ഈ യാത്രയിൽ K. സുരേന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇവർ അറിഞ്ഞില്ല? അല്ലെങ്കിൽ വന്ദേ ഭാരതിന്റെ ഈ ഉദ്ഘാടന ദിവസം അവർ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് BJP ക്ഷണിച്ചിട്ടാണോ ജ്യോതി മൽഹോത്ര എത്തുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ രീതിയിൽ വലിയൊരു പ്രൊമോഷൻ വീഡിയോ തന്നെ നടത്തുന്നത്? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഒരു മുഴുവൻ യാത്ര, ഏകദേശം ഒരു 30 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വലിയ വ്ളോഗ് തന്നെയാണ് അതിനകത്ത് ജ്യോതി മൽഹോത്ര ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ BJP ക്ഷണിച്ചിട്ടാണോ ജ്യോതി മൽഹോത്ര ഇവിടെ എത്തിയിരുന്നത്? അപ്പോൾ ടൂറിസം വകുപ്പിനെ പൂർണ്ണമായിട്ടും പിഴക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അവരെ വിമർശിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇനി ഉയർന്നു വരുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ടത്, റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് VD സതീശന്റെ പ്രതികരണം. അത് VD സതീശൻ പൂർണ്ണമായിട്ടും സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ടൂറിസം വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം ചാരവൃത്തി കേസിൽ ഒരാൾ അറസ്റ്റിലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിരീക്ഷണത്തിലാകുമ്പോൾ, അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉറപ്പായിട്ടും ഏജൻസികൾ പുറത്തുവിടുകയില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമുണ്ടെങ്കിൽ പോലും ആ വ്യക്തി ആരാണ് എന്നോ അവരുടെ പിന്നിലെ കഥകൾ എന്താണ് എന്നോ ഉള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും പുറത്തുവിടുകയില്ല. അപ്പോൾ ആ ടൂറിസം വകുപ്പ് അത് അറിയാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് പുറത്തു കാണിച്ചുകൊണ്ടാണ് VD സതീശന്റെ ഒരു പ്രതികരണം വരുന്നത്. പക്ഷേ BJP ഇതിനെ ഒരു സർക്കാർ വിരുദ്ധ ക്യാമ്പയിൻ പോലെ പ്രവർത്തിച്ചുകൊണ്ട് അതിനെതിരെയുള്ള പോസ്റ്റുകൾ ചെയ്യുന്നു. പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ വിമർശനവുമായി, വലിയ തരത്തിലുള്ള വിമർശനവുമായി രംഗത്തേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ BJPയെ പൂർണ്ണമായിട്ടും വെട്ടിലാക്കുന്ന രീതിയിലാണ് ജ്യോതി മൽഹോത്രയുടെ ഈ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ BJP തന്നെയാണ് ഇനി ഉത്തരം പറയേണ്ടതും. ശരി, ആൻമരിയ സണ്ണി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. എന്തായാലും ടൂറിസം വകുപ്പിനെ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിക്കുന്നില്ല. ഈ വിവാദം ഏറ്റുപിടിച്ചത് BJP ആണ്. ഇനി V. മുരളീധരനൊപ്പമുള്ള ജ്യോതി മൽഹോത്രയുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ആ വിവാദം ഇനി BJP ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം.